പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അധികാരത്തിൽ എത്തിയതു മുതൽ ആഗോള വ്യാപാര രംഗവും ആടിയുലയുന്നുണ്ട്. നിലവിൽ ഇറക്കുമതി തീരുവ വിവിധ രാജ്യങ്ങളിൽ ശക്തമാക്കിയിട്ടുണ്ട്. ഇപ്പോൾ വിദേശ വാഹന ഇറക്കുമതിക്ക് 25% തീരുവ പ്രഖ്യാപിച്ച് ട്രംപ് വീണ്ടും ചർച്ചകളിൽ ഇടം നേടുന്നുണ്ട്. ഈ പുതിയ പകരച്ചുങ്ക നിയമം ഏപ്രിൽ 2 മുതൽ പ്രാബല്യത്തിൽ വരുമെന്നാണ് റിപ്പോർട്ട്. ഈ പകരച്ചുങ്കം ടാറ്റ മോട്ടേഴ്സ്, ഐഷർ മോട്ടേഴ്സ്, സോണ, BMW, സംവർധന മദർസൺ തുടങ്ങിയ ഇന്ത്യൻ കമ്പനികളെ ബാധിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇന്ത്യ ധാരാളം കാറുകൾ നിർമ്മിക്കുന്നുണ്ട്. പക്ഷെ അവയിൽ മിക്കതും അമേരിക്കയിലേക്കല്ല, മറ്റു രാജ്യങ്ങളിലേക്കാണ് അയക്കുന്നത്. US-ലേക്ക് ഇന്ത്യൻ കാറുകൾ കയറ്റുമതി ചെയ്യുന്നില്ലെങ്കിലും ഇന്ത്യൻ ഓട്ടോ പാർട്സ് കയറ്റുമതി നടക്കുന്നുണ്ട്. US-ന്റെ പുതിയ വ്യാപാര നയങ്ങൾ ഈ കയറ്റുമതിയെ ബാധിച്ചേക്കാം. US-ൽ ബിസിനസ് നടത്തുന്നതിന് മറ്റ് രാജ്യങ്ങൾക്ക് പണം നൽകുന്നതിനാണ് ഈ ചുങ്കം ഏർപ്പെടുത്തുന്നത്. ടാറ്റ മോട്ടോഴ്സിന് US-ലേക്ക് നേരിട്ട് കയറ്റുമതിയില്ല. US-ൽ വിൽക്കുന്ന കമ്പനിയുടെ വാഹനങ്ങൾ പ്രധാനമായും UK-യിലും മറ്റ് അന്താരാഷ്ട്ര പ്ലാന്റുകളിലുമാണ് നിർമ്മിക്കുന്നത്. ഇനി മുതൽ ഇവയ്ക്ക് 25% താരിഫ് ബാധകമാകും. റോയൽ എൻഫീൽഡ് മോട്ടോർ സൈക്കിളുടെ നിർമ്മാതാക്കളായ ഐഷർ മോട്ടോഴ്സിനും ഈ താരിഫിന്റെ പ്രശ്നങ്ങൾ നേരിടേണ്ടി വരും. കാരണം അവരുടെ 650cc മോഡലുകൾക്ക് US ഒരു പ്രധാന വിപണിയാണ്. അതിനാൽ 25% താരിഫ് നൽകേണ്ടി വരും. ഇന്ത്യയിലെ മുൻനിര ഓട്ടോ ഘടക നിർമ്മാതാക്കളിൽ ഒന്നാണ് സംവർധന മദർസൺ ഇന്റർനാഷണൽ ലിമിറ്റഡ്. ഇവർക്ക് യൂറോപ്പിലും US-ലും ശക്തമായ സാന്നിധ്യമുണ്ട്. അതിനാൽ ഇറക്കുമതി താരിഫ് സംവർധന മദർസൺ കമ്പനികൾക്കും ഉൾപ്പെടും. ഡിഫറൻഷ്യൽ ഗിയറുകളും സ്റ്റാർട്ടർ മോട്ടോറുകളും ഉൾപ്പെടെയുള്ള ഓട്ടോമോട്ടീവ് സിസ്റ്റങ്ങളും മറ്റും നിർമ്മിക്കുന്ന ഇന്ത്യൻ കമ്പനിയാണ് സോന കോംസ്റ്റാർ. എന്നാൽ കമ്പനിയുടെ വരുമാനത്തിന്റെ ഏകദേശം 66% US, യൂറോപ്യൻ വിപണികളിൽ നിന്നാണ് ലഭിക്കുന്നത്. അപകട സാധ്യതകൾ ലഘൂകരിക്കുന്നതിനായി ചൈന, ജപ്പാൻ, ദക്ഷിണ കൊറിയ എന്നിവിടങ്ങളിലേക്ക് വികസിപ്പിച്ചുകൊണ്ട് സോന BMW അതിന്റെ കയറ്റുമതി ഉയർത്തുന്നുണ്ട്. 5 വർഷത്തിനുള്ളിൽ ഈ മേഖലകളിൽ വരുമാനത്തിന്റെ 50%-ലധികം നേട്ടം കമ്പനി ലക്ഷ്യമിടുന്നുണ്ട്. ഭാരത് ഫോർജ്, സൻസേര എഞ്ചിനീയറിംഗ് ലിമിറ്റഡ്, സുപ്രജിത് എഞ്ചിനീയറിംഗ്, ബാലകൃഷ്ണ ഇൻഡസ്ട്രീസ് എന്നിവയാണ് കയറ്റുമതിയിൽ ഗണ്യമായി സ്വാധീനം ചെലുത്തുന്ന മറ്റു പ്രധാന നിർമ്മാതാക്കൾ. സെഡാനുകൾ, SUV-കൾ, മിനി വാനുകൾ തുടങ്ങിയ ഇറക്കുമതി ചെയ്ത പാസഞ്ചർ വാഹനങ്ങൾ, ലൈറ്റ് ട്രക്കുകൾ, എഞ്ചിനുകൾ, ട്രാൻസ്മിഷനുകൾ, ഇലക്ട്രിക്കൽ ഘടകങ്ങൾ തുടങ്ങിയ പ്രധാന ഓട്ടോമൊബൈൽ ഭാഗങ്ങൾ ഈ പുതിയ നികുതികൾ US സർക്കാരിന് ഏകദേശം $100 ബില്യൺ വരുമാനം ഉണ്ടാക്കുമെന്നാണ് നിലവിലെ റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്.